എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ്റെ റെസിപ്പി നോക്കാം. ഈ തോരനുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ മറ്റ് കറികളൊന്നും തന്നെ വേണ്ട. ഇതൊരു പൊടിമാസിൻ്റെ റെസിപ്പിയാണ്. പൊട്ടാറ്റോയും എഗ്ഗും ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ളൊരു തോരനാണ്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഈ റെസിപ്പി ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് കൂടി ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മളിതിലേക്കൊരു 3-4 അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതാണ്, എരിവിന് വേണ്ട പച്ചമുളക് അതും നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊരുപാട് ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാലും മതി. അപ്പോൾ ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല. പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊരുപാട് ഫ്രൈ ആകണ്ട, ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് പൊടിയായിട്ട് അരിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഇതിന് പൊടിമാസ് എന്ന് പേര് വന്നത്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ഒരുപാട് ഞാനിവിടെ ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാനായിട്ട് പോവാണ്. ഉരുളക്കിഴങ്ങ് പൊടിയായിട്ട് അരിഞ്ഞതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. പൊടികളോട് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ തുറന്നിട്ടുണ്ട്. ഇനിയാണ് ഇതിലേക്ക് നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അതിന് മുൻപായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക. പൊട്ടാറ്റോ പൊടിയായിട്ട് അരിഞ്ഞതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇത് 2 രീതിയിൽ പൊടിമാസ് ചെയ്യാറുണ്ട്, ഞാൻ പറയാം. അപ്പോൾ ഞാനിവിടെ 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചിലർ പൊട്ടാറ്റോ പുഴുങ്ങിയിട്ട് ഉടച്ചിട്ട് ചെയ്യും. ഞാനതൊരു പ്രാവശ്യം ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ മുട്ട കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ എഗ് ബുർജിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഇനി തീ വേണമെങ്കിലൊന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എഗ്ഗൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീ കൂട്ടി വെക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം, മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇത് രണ്ടും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ എഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ചെയ്യുന്നത് കുറച്ച് തേങ്ങയാണ്. ഫ്രഷായിട്ട് ഉള്ള തേങ്ങ ചിരകിയത് കൂടി ചേർത്തിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അവസാനമാണ് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ എഗ് പൊടിമാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്, ഞാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന തോരൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക്